ഹലോ, എല്ലാവർക്കും സുഖല്ലേ? ഞാൻ ഇപ്പം ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പത്തിരിയാണ്, നൈസ് പത്തിരി. ഇപ്പം ഇതുണ്ടാക്കാൻ എളുപ്പമാണ്. ഇപ്പം റമദാനൊക്കെ ആയതുകൊണ്ട് നമുക്ക് നോമ്പ് തുറക്കാൻ പത്തിരിയൊക്കെ എല്ലാവർക്കും ഇഷ്ടമുള്ള വിഭവമാണല്ലോ. നോമ്പ് തുറക്കുന്ന സമയത്ത് പത്തിരി കിട്ടിയ സന്തോഷമാണല്ലോ. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ഞാൻ അതിനായിട്ട് ഒരു കുക്കറാണ് എടുത്തിരിക്കുന്നത്. അതിലോട്ട് 1 കപ്പ് പത്തിരിപ്പൊടി എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലോട്ട് 1.5 കപ്പ്, ആ കപ്പിൽ തന്നെ 1.5 കപ്പ് വെള്ളം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ അതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടില്ലേ അതിന് കട്ടായി കിടക്കും. അപ്പോൾ നമ്മൾ അടുപ്പത്ത് വെച്ച് വേവിക്കുമ്പോൾ അതങ്ങനെ അടി പിടിച്ച് നിൽക്കും. അപ്പോൾ അത് നന്നായിട്ട് ഇളക്കി കൊടുത്ത് ആ വെള്ളവും പൊടിയൊക്കെ നന്നായിട്ട് ചേർന്നിരിക്കണം. ഇപ്പം ഞാനിപ്പോൾ ഇതെടുത്ത് പാക്കറ്റ് പൊടിയാണ്, എനിക്കിവിടെ അതേ കിട്ടുള്ളൂ. അപ്പം ഞാനത് നമ്മുടെ ഈസ്റ്റേണിൻ്റെ പാക്കറ്റ് പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിലോട്ട് ഞാൻ ഒരു ടേബിൾ സ്പൂണോളം ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ബട്ടർ ചേർത്ത് കഴിഞ്ഞാൽ ഒന്നുകൂടെ അത് സോഫ്റ്റായി കിട്ടും. അതിഷ്ടമുള്ളവർക്ക് ബട്ടർ ചേർത്ത് കൊടുക്കുക, അല്ലാത്തവർക്ക് കുറച്ച് ഓയിൽ ചേർത്ത് കൊടുത്താലും മതി. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അത് അടുപ്പത്ത് വെച്ചിങ്ങാണ്ട് അത് എന്താ പറയുക ഒന്ന് കുറുക്കിയെടുക്കണം, അതിൽ വെള്ളമൊക്കെ വറ്റിച്ചെടുക്കണം. അപ്പോൾ ഞാനിതിന് തീ കുറച്ച് വേണ്ട വെക്കാൻ, മീഡിയം ഫ്ലെയിമിൽ വേണം ഇത് നമ്മൾ കുക്ക് ചെയ്തെടുക്കാൻ. അപ്പോൾ നമ്മളത് വെക്കുന്ന സമയത്ത് കൈ എടുക്കാണ്ട് അങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം, അല്ലെങ്കിൽ അത് പെട്ടെന്ന് അടി പിടിച്ചു പോകും. അപ്പോൾ നന്നായിട്ട് ഇത് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. അതിലെ ബട്ടറൊക്കെ നമ്മൾ ഇങ്ങനെ ചൂടാവണ അനുസരിച്ച് അതെന്ത് ചെയ്യും, അതിലങ്ങ് മെൽറ്റായി പോയിക്കോളും. നന്നായിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. അത് വെള്ളമെല്ലാം വറ്റി വരുന്നുണ്ട്. അപ്പോൾ അതിങ്ങനെ കട്ടായി വരും. അപ്പം നമ്മൾ ഒന്നുകൂടെ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഇപ്പം അതിലെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യണം. ഓഫ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, കുക്കർ മൂടി വെക്കുക. ഒരു 10-15 മിനിറ്റ് കുക്കർ എന്ത് ചെയ്യുക മൂടി വെച്ചതിന് ശേഷം എന്നിട്ട് അതിൻ്റെ ശേഷം നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഈ മാവ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അതിൽ ആവിയിൽ കിടന്നിട്ട് സോഫ്റ്റായി വന്നിട്ടുണ്ട്. നമ്മൾ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് അധികം കുഴച്ച് കഷ്ടപ്പെടേണ്ട ഒരാവശ്യമില്ല. ഒരു സാധാരണ പത്തിരി ഉണ്ടാക്കാന്ന് പറയുമ്പോൾ കുഴച്ച് മൽപ്പിടുത്തം തന്നെയല്ല, ഭയങ്കര കഷ്ടപ്പാടാണല്ലോ അങ്ങനെ കുഴച്ചാക്കാന്ന് പറയുമ്പോൾ. ഇത് അതിൻ്റെ ആവശ്യമൊന്നുമില്ല, ഭയങ്കര ഈസി ആയിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പത്തിരി ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. ഞാൻ ഈ റെസിപ്പി കണ്ടത് ഷെമീസ് കിച്ചൺ എന്ന് പറഞ്ഞ ചാനലിൽ നിന്നാണ് കേട്ടോ. നമ്മൾ വെള്ളം എടുക്കുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. 1 കപ്പ് പൊടിക്ക് 1.5 കപ്പ് വെള്ളമാണ് ഞാൻ എടുത്തത്. അപ്പം അതിലേറിപ്പോയി കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഇത്രയും ഇതിലേക്ക് കിട്ടില്ല. കാരണം ഇതിപ്പോൾ കയ്യിൽ ഒട്ടിപ്പിടിക്കണമൊന്നുമില്ല, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടേനും കയ്യിലൊട്ടും ഒട്ടിപ്പിടിക്കുന്നില്ല. ഇപ്പം ഞാൻ എന്തായാലും കുറച്ചൊരു ഓയിൽ അതിലേക്ക് ചേർക്കുന്നത് വേണമെങ്കിൽ ചേർത്താൽ മതി, അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. കാരണം വെള്ളം പാകത്തിനെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കതിൻ്റെ ആവശ്യമൊന്നുമില്ല. എന്നാലും ഞാൻ കുറച്ച് ചേർക്കുന്നത് മാത്രം. നമ്മൾ നന്നായിട്ട് അത് കുഴച്ചെടുത്തിട്ടുണ്ട്. ഒട്ടും കയ്യിൽ ഒട്ടും പിടിക്കുന്നൊന്നുമില്ല. മാവ് നല്ല സോഫ്റ്റ് ആണേനും. ഇനി നമുക്കിതിൽ നിന്ന് ഓരോ ബോളാക്കി എടുക്കാം പത്തിരി പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് നമുക്ക് പ്രസ്സിലും ഉണ്ടാക്കാം, അല്ലാണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രസ് ഇല്ലാത്തവർക്കാണെങ്കിൽ ഈ എന്താ പറയുക, ഈ ബോളിൻ്റെ മേലെ ഒരു കവർ വെച്ചിട്ട് പ്ലേറ്റ് കൊണ്ടൊക്കെ നല്ല പ്രസ് ചെയ്ത് കൊടുത്താലും മതി. നമ്മൾ പ്രസ്സിലാക്കുമ്പോൾ ഒന്നുകൂടി ഈസി ആയിട്ട് ആക്കാൻ പറ്റും. അപ്പോൾ നമ്മളിതിങ്ങനെ ഓരോ ബോളാക്കി എടുത്ത് മാറ്റാണ്. അപ്പോൾ നമ്മളിതെല്ലാം ബോളാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പ്രസ് ചെയ്യാം. അതിനായിട്ട് ഞാനത് പ്രസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ പ്രസ്സിൽ ഇങ്ങനെ പേപ്പർ വെച്ചിട്ടില്ലെങ്കിൽ ഒട്ടിപ്പിടിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു പത്തിരിപ്പൊടിൻ്റെ തന്നെ പാക്കറ്റ് ഇങ്ങനെ വെട്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒട്ടിപ്പിടിക്കില്ല. ഒരു ബോൾ നമ്മളങ്ങനെ വെച്ച് കൊടുക്കുക, എന്നിട്ട് ഇങ്ങനെ പ്രസ് ചെയ്യുക. നമ്മൾ അധികം കഷ്ടപ്പെട്ടൊന്നും പ്രസ് ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് മെല്ലെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം തന്നെ പത്തിരി നന്നായിട്ട് പരന്ന് വരും. ഇതേ നോക്കിക്കേ, പത്തിരി ഉണ്ടല്ലോ നന്നായിട്ട് പരന്ന് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതിലും വലുത് വേണമെങ്കിൽ കുറച്ചുകൂടെ വലിയ ബോളാക്കിയിട്ട് ഒന്ന് പ്രസ് ചെയ്താൽ മതി. അപ്പോൾ കുറച്ചുകൂടെ വട്ടത്തിലങ്ങ് കിട്ടിക്കോളും. ഇതിപ്പോൾ ആവശ്യത്തിന് വട്ടത്തിലുണ്ട്. അപ്പോൾ നല്ല എന്താ പറയുക, നല്ല സോഫ്റ്റായിട്ട് തന്നെ പത്തിരി നല്ല ഉഷാറായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല നൈസായിട്ട് നല്ല സോഫ്റ്റ് പത്തിരിയാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ഇനി അട്ടിക്കട്ടിക്ക് വെക്കാൻ വേണം. അപ്പോൾ നമ്മൾ കുറച്ച് പൊടി ഒന്ന് ഇതിൽ ഇങ്ങനെ തൂക്കി കൊടുക്കുന്നുണ്ട്.
അല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കുമല്ലോ പത്തിരി നമ്മൾ അട്ടിക്കട്ടിക്ക് വെക്കുമ്പോൾ. അപ്പോൾ കുറച്ച് പൊടിയാക്കിയാൽ മതി. ഒരുപാട് പൊടിയിട്ട് കഴിഞ്ഞാൽ പത്തിരിൻ്റെ രുചി അങ്ങ് പോകും. അപ്പോൾ ഇത്തിരി പൊടിയിട്ടിങ്ങാണ്ട് അങ്ങനെ വെക്കുക. അങ്ങനെ നമ്മൾ ഓരോ ബോളും ഇങ്ങനെ പ്രസ്സാക്കി എടുക്കുക. പ്രസ് ചെയ്യുമ്പോൾ ഒരുപാട് ശക്തി ഉപയോഗിക്കേണ്ട ആവശ്യമില്ല, മെല്ലെ തന്നെ ഇങ്ങനെ പ്രസ് ചെയ്താൽ മതി. അങ്ങനെ ഓരോ നമ്മളങ്ങനെ പ്രസ് ചെയ്തെടുക്കുകയാണ്. നമ്മളങ്ങനെ എല്ലാ പത്തിരിയും ഇങ്ങനെ പ്രസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊക്കെ ഒന്ന് ചുട്ടെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിതാ ഒരു പാന് അടുപ്പത്ത് വെച്ചിട്ട് പാന് ചൂടായതിന് ശേഷം പത്തിരി ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തു. അപ്പോൾ ഫസ്റ്റിൽ തന്നെ ഇത് നമ്മൾ ഈ പത്തിരി ഇട്ട് കൊടുത്ത് കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ മേലിൽ നിന്ന് ഇങ്ങനെ ഒരു ആവി വരും. ആ ആവി വരുന്ന സമയത്ത് നമ്മൾ പത്തിരി എന്ത് ചെയ്യും, ഫസ്റ്റിൽ തന്നെ മറിച്ചിട്ട് കൊടുക്കണം. അങ്ങനെ മറിച്ചിട്ട് കൊടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്യണം നെക്സ്റ്റ് മറിച്ചിടാൻ വേണ്ടിയിട്ട്. അപ്പം കുറച്ച് സമയം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാ പത്തിരിൻ്റെ മേലെ ഇങ്ങനെ ചെറിയ തോതിൽ ഇങ്ങനെ ഇതാ പൊന്തി ഇങ്ങനെ വരുന്നത് കാണും. അപ്പോൾ ആ സമയത്ത് നമ്മൾ നെക്സ്റ്റ് മറിച്ചിട്ട് കൊടുക്കാം. എന്നാലും നന്നായിട്ട് പൊള്ളി വരും. അങ്ങനെ നമ്മൾ എല്ലാ പത്തിരിയും അങ്ങനെ മറിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ആദ്യം മറിച്ചിട്ടവരൊക്കെ ഇങ്ങനെ പൊങ്ങി വരുന്നത് കാണും. കണ്ടില്ലേ, ഇതാ ഓരോ പത്തിരി ഇങ്ങനെ പൊങ്ങി വരുന്നു. അതിന് ഓരോന്നായിട്ട് നമുക്കിങ്ങനെ മെല്ലെ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തിട്ട് അതൊന്ന് കോരിയെടുക്കാം. ചിലർക്കൊക്കെ പത്തിരി ഉണ്ടാക്കാമെന്ന് പറഞ്ഞാൽ കുറച്ച് മെനക്കെട്ട പണിയാന്ന് പറയും. സംഭവം ഈസിയാണ് ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ. അങ്ങനെ നമ്മളതെല്ലാം കോരിയെടുത്ത് നെക്സ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മളെല്ലാം പത്തിരി ഇതാ ചുട്ട് കഴിഞ്ഞിട്ട് നല്ല സോഫ്റ്റ് പത്തിരിയാണിതാ. നമ്മളിങ്ങനെ തിരിച്ചും മറിച്ചും ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും പത്തിരിക്ക് കേടും വരില്ല, പൊട്ടിപ്പോ